ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ശനിയാഴ്ചയാണ്. സാധാരണ നമ്മൾ ശനിയാഴ്ച ഫൈസിക്കുട്ടിക്ക് സ്കൂളൊന്നും ഉണ്ടാവാറില്ല, പക്ഷെ ഇന്നുണ്ട് കേട്ടോ. ഇന്ന് സ്പോർട്സ് ആണ്. വെയിലാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് നടത്തും, ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് ഉണ്ടാവും. അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് സ്പോർട്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതും 8:30ക്കാണ് ബസ് വരിക കേട്ടോ. സാധാരണ നമ്മളെ ബസ് വരിക 9:30ക്കാണ്. അതുകൊണ്ട് തന്നെ 8:30ക്ക് മദ്രസ വിട്ട് 8:45 വീട്ടിലെത്തി ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ 8:30 ബസ് വരും. 8:30ക്കാണ് മദ്രസ വിടുകയും ചെയ്യുക. എന്ത് ചെയ്യുക, മദ്രസയിലിട്ട് വിടാതിരിക്കാനും പറ്റൂല. അപ്പോൾ ഞാൻ 8 മണിയാകുമ്പോൾ പിന്നെ ഉസ്താദിനെ വിളിച്ച് പറഞ്ഞു ഇതേപോലെ ക്ലാസ് ഉണ്ട്, 8 മണിക്ക് വിടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ പറഞ്ഞു 8 മണിയാകുമ്പോഴത്തേക്കും ഒന്ന് വിളിച്ചാൽ മതി, വിടാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഒരു 5 മണി 5:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഫൈസിക്കുട്ടിനെ വേഗം മദ്രസയിൽ കൊണ്ടാക്കി വന്ന ശേഷം പിന്നെ വേഗം കിച്ചണിലേക്ക് തന്നെ കയറി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ റെസ്റ്റിംഗ് ടൈം ആണല്ലോ, 6:30 to 7 മണി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് റെസ്റ്റ് എടുക്കാൻ നിന്നാൽ പണി പാളും. പിന്നെ പ്രത്യേകിച്ച് സ്പോർട്സും കൂടി ആയതുകൊണ്ട് തന്നെ വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈസിനെ ശരിയാക്കും കേട്ടോ. അപ്പോൾ വേഗം തന്നെ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചോറ് ഒരു ഗ്ലാസ് ഇട്ട് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ റേഷനരി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, വെള്ളരി ഉണ്ടല്ലോ പെട്ടെന്ന് വേവുന്നത്. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ വേഗം അത് ഒരു ഗ്ലാസ് ഇട്ടിട്ട് അത് കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്ക് ഉച്ചയ്ക്കൊക്കെ കഴിക്കാനുള്ളത് പിന്നെ സമാധാനത്തിൽ വെക്കാമല്ലോ. പിന്നെ ഇക്ക് ഇന്ന് ലീവ് ഉണ്ട് കേട്ടോ, അപ്പോൾ വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ബാക്കി ഉച്ചയ്ക്ക് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും അതുപോലെ തന്നെ പൊട്ടറ്റോ മസാലയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് കൂടെ തന്നെ കുറച്ച് ഉപ്പ് മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, എന്നിട്ട് വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേദിവസം രാത്രി കഴുകി വെച്ച പാത്രങ്ങളും കാര്യത്തിലേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ, അതത് സ്ഥാനത്തേക്ക് വെക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു, കുറച്ചല്ലേ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കറക്റ്റ് ഒരു ഗ്ലാസ്സാണ് കേട്ടോ വെക്കുന്നത്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ അരിയും കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ പൂരിക്കുള്ള മാവ് ഒന്ന് കുഴച്ച് വെക്കുകയാണ് കേട്ടോ. പൊട്ടറ്റോ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദയാണ് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഉറുമ്പ് കാര്യങ്ങളും കണ്ടു, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മൈദയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതായത് ഇതേപോലെ കുറച്ച് റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു അടുപ്പത്ത് നമ്മൾ ചോറിന് വെച്ച വെള്ളം ഉണ്ടായിരുന്നല്ലോ, അത് ചൂടായപ്പോൾ ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉപ്പൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഇളം ചൂടുള്ള വെള്ളം വെച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് തന്നെ കുഴച്ചിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മാവ് ഒന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി മേലെ ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ തീയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്താണെന്ന് ജസ്റ്റ് കയറി വരുന്നുണ്ടല്ലേ. അങ്ങനെ ഇതാ കട്ടിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമ്മൾ പൊട്ടറ്റോ വെന്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ചെറിയൊരു പകുതി സവാളയും പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി വേണമെന്നില്ല, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ഞാൻ സാധാരണ ഇടാറില്ല, പിന്നെ സാധാരണ ക്യാരറ്റ് ഇടാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ക്യാരറ്റ് ഇല്ല, അപ്പോൾ അതിന് പകരം ഒരു റെഡ് കളർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് തക്കാളി എടുത്തതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ ബാജി എന്നാണ് കേട്ടോ നമ്മളിവിടെ പറയാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ കാണാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പ് പിന്നെ ഇപ്പിടുന്നില്ല, കാരണം നമ്മൾ പൊട്ടറ്റോയിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. പിന്നെ പൊട്ടറ്റോ വേവിച്ച ആ വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചെടുക്കുക. ഞാൻ കുറച്ച് ഉടച്ചെടുത്തിട്ട് ബാക്കി അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു തേങ്ങ കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ പൊട്ടറ്റോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊട്ടറ്റോ വേവിച്ച വെള്ളം തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മല്ലിയിലയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൂരി, ചപ്പാത്തി, ദോശ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മൾ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇതാ കുറച്ച് തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ തന്നെ എടുക്കണം കേട്ടോ. വെള്ളം പോലെ ആക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം എടുക്കാൻ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, നല്ല ക്രീമി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഗ്യാസ് ഏകദേശം നന്നായിട്ട് കുറച്ച് വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വെതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
പൊട്ടറ്റോ ബാജി റെഡി കേട്ടോ. പൊട്ടറ്റോ ബാജി തന്നെയാണോ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാനിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ കറി റെഡിയായി. ഇനി ഇതാ പൂരിയും കൂടി ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. എനിക്കും ഫൈസിക്കുട്ടിക്കും മാത്രമുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ബാക്കി ഭാഗം എനിക്ക് എപ്പോഴാണോ നീക്കുന്നത് അപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പൂരിയല്ലേ ഉണ്ടാക്കി വെച്ച രസം ഉണ്ടാവില്ല, ചൂടോടെ വീർത്ത പോലെ കഴിക്കാനല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ചുട്ടെടുക്കുന്നത്. അങ്ങനെ പൂരിയൊക്കെ ഇതാ പരത്തി എല്ലാം ഒരുമിച്ച് പരത്തി വെച്ചിട്ട് പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് ഇങ്ങനെ കുറക്കാനും കൂട്ടാനൊക്കെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് പരത്തി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ നമ്മൾ പരത്തുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കോണ്ടർ ടോപ്പിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പ്ലേറ്റിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒട്ടിപ്പിടിക്കില്ല. അപ്പോഴത്തേക്കും നമ്മളെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കലഞ്ഞ് ഏത് പാത്രത്തിൽ വാർത്ത് വെക്കുന്ന അറിയാതെ ഞാൻ കുറച്ച് നേരം ഒന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം കുഞ്ഞിക്കലല്ലേ. പിന്നെ അതാ നമ്മളെ കുക്കർ കണ്ടപ്പോൾ കുക്കറിൽ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഏകദേശം 7:45 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഫൈസിനെ കൊണ്ടുവരാൻ പോകണം ഇനി 8 മണിയാകുമ്പോഴത്തേക്കും. കാരണം ഒറ്റയ്ക്ക് വരില്ല, കാരണം എല്ലാ കുട്ടികളും 8:30-ക്കല്ലേ വരുള്ളൂ. അപ്പോൾ 8 മണിക്ക് ഉസ്താദ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരുമ്പോൾ പട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പള്ളിൻ്റെ അവിടെ പോയി നിൽക്കണം കേട്ടോ. അപ്പോൾ ഒരു 7:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ വേഗം ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഇങ്ങനെ ഇത്രയും നേരത്തെ പോകേണ്ടതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വെപ്രാളം. ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ വന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റാനാവുമ്പോഴാണ് കേട്ടോ ഞാൻ അയൺ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ ചായ ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് അരിച്ചിട്ട് മധുരമൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ വേഗം തന്നെ ഞാൻ ഫൈസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ പള്ളീൻ്റെ അവിടെ നിൽക്കുമ്പോൾ എടുത്ത ഒരു ക്ലിപ്പാണ് കേട്ടോ അത്. അങ്ങനെ ഫൈസിനെ കൊണ്ടുവന്നു. അവൻ കുളിക്കുന്ന ടൈമിൽ ഇതാ ഞാൻ ഇന്ന് മഴയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാ ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ടൈം ടേബിൾ നോക്കിയിട്ടൊന്ന് ബാഗിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ അവൻ തന്നെയാണ് വെക്കാറുള്ളത് പിറ്റേ ദിവസം പോണ സമയത്ത്. പക്ഷേ ഇന്നിപ്പോൾ സമയമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ വെക്കുകയാണ്. അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ചോറൊക്കെ ഇതാ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, ഒരു പൊട്ടറ്റോ കറി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അച്ചാറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്നാക്സ് ആയിട്ട് ഇതാ ഈ ഒരു പക്കാവടയും കൂടി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആലോചിച്ചു സ്നാക്സ് ഉണ്ടാക്കാനെന്നുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഉള്ളതൊക്കെ വെച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഫൈസിക്കുട്ടിക്ക് വേഗം തന്നെ ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു, കാരണം സമയം പോവല്ലേ. അപ്പോൾ ഞാൻ വന്നിട്ട് സമാധാനമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം 8:20 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 8:30 നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമല്ലോ. അപ്പോൾ അത് അവനോട് വേഗം കുടിക്കുകയെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതാ റെഡിയായി പുറത്തിറങ്ങിയിട്ട് തലയൊക്കെ ഒന്ന് വാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. അവൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ ചുരുണ്ട മുടിയാണ് കേട്ടോ, ചെറുതായിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ ചപ്ര പോലെ നിൽക്കും കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് വാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വാർന്നു കൊടുക്കാനൊക്കെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ചാടിയും കൊണ്ടും കൊത്തിരി ആട്ടിയും കൊണ്ടൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ ഇതാ ഒക്കെ റെഡിയാക്കി ഇതാ നമ്മൾ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബസ് വന്നിട്ടുണ്ടായിരുന്നത്. 8:30 എന്ന് പറഞ്ഞിട്ട് ഒരു 8:40 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെ ഫൈസിക്കുട്ടിനെ ബസ്സിൽ കയറ്റി വിട്ട് ഞാൻ നേരെ തിരിച്ചു വരികയാണ് കേട്ടോ. വന്നത് നല്ല വിശപ്പോടെയാണ്. വേഗം തന്നെ ചായ ഒന്ന് ചൂടാക്കി ഇതാ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. ബൈ.